ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ BJP നേതാക്കൾ ശശി തരൂരിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: മോദിക്കെതിരെ ഇനി ഹേറ്റേഴ്സിനെ കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരും കോൺഗ്രസിന്. നിലവിലുള്ള ഹേറ്റേഴ്സ് എല്ലാം മോദിയുടെ ഫാൻസായി മാറിയിരിക്കുകയാണ് എന്ന്. പക്ഷെ ശശി തരൂർ ഇങ്ങനെയാണല്ലോ, ഏത് വിഷയത്തിലായാലും അദ്ദേഹത്തിന് ഭിന്ന അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കാറുണ്ട്. അത് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അന്നെടുത്ത നിലപാട് ശരിയായില്ല, അതിപ്പോൾ ഞാൻ തിരുത്തുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പേരിൽ മോദിയുടെ ഫാനായി അദ്ദേഹം മാറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വന്നാൽ ഇനി അടുത്തതായിട്ട് അദ്ദേഹം മറ്റൊരു നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് മറ്റൊരു വിഷയത്തിൽ. അത് നിങ്ങൾക്കെതിരായും വരാം. കാരണം ഈ അടുത്ത് തന്നെ CPM-ന് അനുകൂലമായിട്ട് നിലപാട് അദ്ദേഹം സ്വീകരിച്ചുവല്ലോ, സംസ്ഥാന സർക്കാരിന് അനുകൂലമായി. അല്ല, മഞ്ജുഷനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ പോലെ ഒരാള് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ ഉപരി അദ്ദേഹം, നമുക്കറിയാലോ, അദ്ദേഹം വളരെ വലിയൊരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം UN-ൽ ഉൾപ്പെടെ വലിയ സ്ഥാനങ്ങളിലിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശകലനങ്ങളും അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ് അദ്ദേഹം തിരുത്തുകയും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം ശശി തരൂർ എന്ന് പറയുന്നത് കേവലം ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിൽ വലിയ, കേവലം ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന മോശമാണെന്നുള്ളതല്ല. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ഒരാൾ എന്നുള്ളതിലുപരി അദ്ദേഹം പറയുന്നതിനെ ആ ഗ്രാവിറ്റിയോടുകൂടി ഇന്റർനാഷണൽ മീഡിയ ആവട്ടെ, അല്ലെങ്കിൽ നാഷണൽ മീഡിയ ആവട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഇന്റർനാഷണൽ തലത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ തലത്തിലുള്ള ഡിപ്ലോമാറ്റുകളാവട്ടെ, അവരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നതാണ്. അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാകണം എന്നൊന്നുമില്ല. അദ്ദേഹം പറയുന്നതിൽ തെറ്റുകളും ശരികളും എല്ലാം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നിലപാട് ഒരു തവണ പറഞ്ഞു കഴിയുമ്പോൾ, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ, അദ്ദേഹത്തിന് അത് തിരുത്തി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വശം, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു കേവലം പൊളിറ്റീഷ്യൻ എന്നുള്ളതല്ല, മറ്റൊരു വശത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഇമേജ് മോശമാകുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഏറ്റുപറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വേദിയിൽ വന്ന് നിന്നിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കേവലം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ ഒരു മറ്റു പല വിഷയങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മഞ്ജുഷ, കഴിഞ്ഞൊരു 48 മണിക്കൂർ 72 മണിക്കൂറിനിടയ്ക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ല ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതും ഇതേ സെയിം വിഷയത്തിൽ. ഇപ്പോൾ പോളണ്ടിന്റെ മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നെയിം മാത്രം എങ്ങനെയെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ബാർട്ടോചെസ്കി എന്നോ എന്തോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ മോഡി പെർസുവേഡഡ് പുടിൻ നോട്ട് ടു യൂസ് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ളതാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ പ്രയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതും ലോക സമാധാനം ഉറപ്പുവരുത്തിയതും നരേന്ദ്രമോദിയാണ് എന്ന് പോളിഷ് മിനിസ്റ്റർ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു എന്ന് ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇരിക്കുന്ന വേദിയിൽ നിന്നിട്ട് പറയാണ്. അപ്പോൾ ലോകം അദ്ദേഹം ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ശശി തരൂർ തന്നെ പറഞ്ഞതുപോലെ തന്നെ മോഡിപ്ലോമസി എന്നാണ് അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാദം തെറ്റായി പോയി, എൻ്റെ കാഴ്ചപ്പാട് തെറ്റായി പോയി, മോഡിപ്ലോമസിയെ വേൾഡ് അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് ശശി തരൂർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ശശി തരൂർ അത് തന്നെയാണ് മഞ്ജുഷ ഞാൻ പറഞ്ഞതിനെ രണ്ടായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ശശി തരൂർ നടത്തുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മാത്രം നടത്തേണ്ടി വരുന്ന ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ മോദി വിരോധിയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ മറുവശത്ത് അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വരുന്ന ചില പൊസിഷൻസ് ഉണ്ടാവുമല്ലോ, അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ നമുക്കറിയാം, RBI ഗവർണർ ആയിരുന്നിട്ടുള്ള രഘുറാം രാജൻ, അദ്ദേഹം പല വേദികളിലും വന്നിരുന്നിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഇക്കോണമി അങ്ങനെയാവും ഇങ്ങനെയാവും, 5% ഗ്രോത്ത് പോലും ഉണ്ടാവില്ല, ഉണ്ടായാൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അവസാനം റിസൾട്ട് വരുന്നത് മറ്റൊന്നായി കഴിയുമ്പോൾ രഘുറാം രാജൻ എന്താണ് സംഭവിച്ചത്? ഇന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ വിഷയത്തിൽ, എക്കണോമിക്കൽ വിഷയത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ ചിരിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹമായിട്ട് തന്നെ കളഞ്ഞു. അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടുന്ന സാഹചര്യം പിന്നീടുണ്ടായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള. അപ്പോൾ ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുകൊണ്ട്
വെച്ചുകൊണ്ട് അനാവശ്യമായ പൊളിറ്റിക്കൽ വിഷയം വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അതാത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെന്നേ. അവർക്ക് ആ ക്രെഡിബിലിറ്റി കളയാൻ സാധിക്കില്ല. അവർക്ക് ചില വേദികളിൽ സത്യം പറയേണ്ടി വരുന്നതാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പൊ നരേന്ദ്രമോദി കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി വന്ന് നിന്നിട്ടല്ല പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന് പറയണം എന്നുള്ളതാണോ? നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ. ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം റഷ്യ യുക്രൈൻ വാറിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണത്. ആ നിലപാട് ശരിയായിരുന്നു എന്ന് ഒരു ഭാരതീയന് ഒരു ലോകം ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ പറയേണ്ടി വരുമ്പോ അത് 140 കോടി ജനങ്ങൾക്ക് അഭിമാനം തരുന്ന ഒന്നാണ്. അത് കേവലം പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. കോൺഗ്രസിന് അങ്ങനെ കണക്കാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയം അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഭാരതീയൻ എന്ന നിലയിലാണ് പറഞ്ഞത് എന്ന് തരൂർ പറയുമ്പോഴും കോൺഗ്രസിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ